ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ സെയിലിന് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നിങ്ങൾക്ക് അവരുടെ സീരിയൽ നമ്പറും സ്ഥലമൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് പെറ്റ്സ് സെയിലിൽ വന്നിരിക്കുന്നത് ലാബ് സാപ്സാൻ്റെ പപ്പീസാണ്. 72 ദിവസം പ്രായമായ ലാബ് സാപ്സാൻ്റെ 4 പപ്പീസ് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. 4 പപ്പീസാണ് ഇനി സെയിലിനുള്ളത്. 72 ദിവസമായത്. ഫസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞതാണ്. ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് 10,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ലിറ്ററുള്ള കുട്ടികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. ലാബ് സാപ്സിൻ്റെ 10,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ലാബ് സാപ്സിൻ്റെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ്. 72 ദിവസം പ്രായമായ പപ്പീസാണ്. ഫസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞതാണ്. രണ്ടാമതായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ എടപ്പള്ളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അസീലുകളാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ അസീലിൻ്റെ 2 മാസം പ്രായമായ ചിക്സ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു അഡൽട്ട് പെയറുണ്ട്, ഒരു മെയിലും ഒരു ഫീമെയിലും. അപ്പോൾ 8 കുഞ്ഞുങ്ങളും അതേപോലെ അഡൽട്ട് പെയറും കൂടി 6,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. അപ്പോൾ നല്ല അടിപൊളി അസീലിൻ്റെ കുട്ടികളാണ് വന്നിരിക്കുന്നത്. 2 മാസം പ്രായമായത്. അതേപോലെ തന്നെ ഒരു ബ്രീഡിംഗ് പെയറുണ്ട്. മൊത്തം 10 എണ്ണം കൂടി 6,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. അപ്പോൾ ഈ അസീലുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ എറണാകുളം ജില്ലയിൽ എടപ്പള്ളിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് പ്രാവുകളാണ്. തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നാടന് വന്നിരിക്കുന്നത് 150 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. നാടൻ ക്രോസ് പ്രാവാണ് വന്നിരിക്കുന്നത്. 150 രൂപ പീസ് റേറ്റ്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് നാടൻ പ്രാവ്, ഒരു ബ്രീഡിംഗ് പെയറും അതേപോലെ 2 ചിക്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 500 രൂപയാണ് ചോദിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്ത എഗ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിരിക്കുന്നത് ഒരു ജോഡി ഹോമറും അതേപോലെ തന്നെ ഒരു ജോഡി നാടനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഹോമറുകൾ 1000 രൂപ. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഹോമറിൻ്റെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത് 1500 രൂപയാണ് ഈ ഹോമറിൻ്റെ പെയറിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് സെയിലിന് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ബോൾ പൈത്തനാണ് വന്നിരിക്കുന്നത്. 1.5 ഫീറ്റുള്ള മെയിൽ 50,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അടുത്തായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്നത് 1.5 ഫീറ്റുള്ള മെയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ബോൾ പൈത്തൻ്റെ വേറെ ഒരു മോഡൽ 55,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അവിടെ ബോൾ പൈത്തൻ്റെ മെയിൽസും ഫീമെയിലും ഒക്കെ അവൈലബിൾ ആണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ബോൾ പൈത്തൻ്റെ തന്നെ ഒരു 1.5 ഫീറ്റുള്ള മെയിലാണ് വന്നിരിക്കുന്നത്. 55,000 രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ബോൾ പൈത്തൻ്റെ ഫീമെയിലാണ്, 2 ഫീറ്റുള്ളത്. 54,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 54,000 രൂപ ഫീമെയിൽ ബോൾ പൈത്തൻ്റെ 2 ഫീറ്റ് ലെങ്ത് ഉണ്ട്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫീമെയിൽ തന്നെയാണ്, 2 ഫീറ്റ് ലെങ്ത് ഉണ്ട്. ബോൾ പൈത്തൻ 55,000 രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ബോൾ പൈത്തൻ്റെ തന്നെ അടുത്തൊരു ഫീമെയിലാണ്, 3 ഫീറ്റ് ലെങ്ത് ഉണ്ട്. 57,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ തുരുത്തിപ്പൂറാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ഫൈറ്ററാണ് സെയിലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 88 പീസോളം ഫൈറ്ററുകൾ നമുക്കിവിടെ സെയിലുണ്ട്. ഫുൾ മൂണിൻ്റെ ഫൈറ്ററുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾ കേരള കൊറിയർ സർവീസ് അവൈലബിൾ ആണ്.
എറണാകുളം ജില്ല, തുരുത്തിപ്പുറമാണ് ലൊക്കേഷൻ. ബൾക്ക് സെയിലും അവൈലബിൾ ആണ്. ഒരു പീസിന് ചോദിക്കുന്ന റേറ്റ് 120 രൂപയാണ്. ഒരു പീസിന് ചോദിക്കുന്ന റേറ്റ്. ഫുൾ മൂണാണ് വന്നിരിക്കുന്നത്. ഫുൾ മൂണിൻ്റെയും ബ്ലൂവിൻ്റെയും ഫുൾ മൂൺ റെഡിൻ്റെയും ഇതാണ് വന്നിരിക്കുന്നത്. ഫൈറ്റർ ഫിഷുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫൈറ്ററുകളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പീസ് റേറ്റ് 120 പറയുന്നത്. ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഡയറക്റ്റ് അവിടെ ചെന്ന് എടുക്കണമെങ്കിലും റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. 88 പീസോളം കൊടുക്കാനുണ്ട്. എറണാകുളം ജില്ല, തുരുത്തിപ്പുറമാണ് ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഗിനിപ്പിഗുകൾ, അതേപോലെ ഒരു മൊയിലാണ് സെയിലിന് വന്നിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 7 മാസമായ ഗിനിപ്പിഗാണ് വന്നിരിക്കുന്നത്. ഇത് ചോദിക്കുന്ന റേറ്റ് 400 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ എക്സ്ചേഞ്ചും നോക്കുന്നുണ്ട്. കോഴികൾ അല്ലെങ്കിൽ പ്രാവുമായിട്ട് എക്സ്ചേഞ്ചും നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടുന്ന് സെയിലിന് വന്നിട്ടുള്ളതാണ് ഒരു മൊയിൽ ഫീമെയിലാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 200 രൂപയാണ് ചോദിക്കുന്നത്. 4 മാസം പ്രായമായത് 200 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നോക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇത് രണ്ടും ഒരുമിച്ച് എക്സ്ചേഞ്ച് നോക്കുന്നുണ്ട്. കോഴികൾ അല്ലെങ്കിൽ പ്രാവായിട്ട് എക്സ്ചേഞ്ചും പോസിബിളാണ്. ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. 20 ഉണ്ട്. ഇതിൽ ഓസ്ട്രേലിയൻ റെഡ് ഉണ്ട്, മുഗിയുണ്ട്, പിന്നെ നാടൻ പ്രാവുകളുണ്ട്, ക്രോസ് പ്രാവുകളുണ്ട്. 20 കൂടി 4000 രൂപയാണ് ചോദിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം അവൈലബിൾ അല്ല. അപ്പോൾ ബൾക്ക് സെയിലാണ്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 20 4000 രൂപയാണ് ചോദിക്കുന്നത്. അതിൽ മുഗീസ് ഉണ്ട്, ഓസ്ട്രേലിയൻ ഉണ്ട്, നാടനുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിൽ വന്നിരിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ്. ബൾക്ക് സെയിലാണ്. ഇതും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല. മലപ്പുറം ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ. 10 പ്രാവുകൾ, ഒരു ജോഡി സിറാസ്, 4 ജോഡി നാടൻ പെയർ. അപ്പോൾ മൊത്തം 10 1500 രൂപയാണ് ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. ലൊക്കേഷൻ മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം കരമനയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഒരു പപ്പിയുടെ റേറ്റ് 2000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നുള്ളൂ. മൊത്തം ഒരു 8 ഫീമെയിലും ഒരു മെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത്. 8 ഫീമെയിലും ഒരു മെയിൽ പപ്പിയും. പേരൻസിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10ാമതായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. മുയിലുകളും അതേപോലെ തന്നെ പ്രാവുകളാണ് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ മൊയിലുകൾ പെയറിന് 500 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി മൊയിലുകളാണ് വന്നിരിക്കുന്നത്. അഡൽട്ട് പെയർ 500 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. അതുപോലെ തന്നെ അവിടുന്ന് പ്രാവുകളും സെയിലിന് വന്നിട്ടുണ്ട്. നാടൻ പ്രാവുകളും ക്രോസ് പ്രാവുകളും ഒക്കെ സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെയറിൻ്റെ റേറ്റ് വരുന്നത് 300 രൂപയാണ്. ഇതിൻ്റെ പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഒരു 4 പെയറോളം പ്രാവുകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ മൊയിലുകളും പ്രാവുകളും വന്നിരിക്കുന്ന ലൊക്കേഷൻ കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. മൊയിലുകൾക്ക് 500 രൂപയും പ്രാവുകൾക്ക് 300 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് മുദീനയും അതേപോലെ ഫാൻറ്റെയിൽസാണ് സെയിലിന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ മുദീനകൾ അത്യാവശ്യം കൊടുക്കാനുണ്ട്, അതേപോലെ ഫാൻറ്റെയിൽസും കൊടുക്കാനുണ്ട്. അപ്പോൾ പീസ് റേറ്റ് 300 രൂപയാണ് വരുന്നുള്ളൂ. മുദീനയ്ക്കായാലും ഫാൻറ്റെയിൽസിനായാലും പീസ് റേറ്റ് 300 രൂപയാണ് വരുന്നുള്ളൂ. അപ്പോൾ കുറച്ചധികം മുദീനകൾ കൊടുക്കാനുണ്ട്. ബൾക്ക് സെയിലും അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി ഓഫറിലാണ് വന്നിരിക്കുന്നത്. മുദീനയൊക്കെ പീസ് റേറ്റ് 300 രൂപ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഫ്ലൈൻ ഡക്കുകളാണ് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് വയനാട് ജില്ലയിൽ പുൽപ്പള്ളിയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തം 4 എണ്ണമാണ് കൊടുക്കാനുള്ളത്. ഒരു മെയിലും 3 ഫീമെയിലാണ്. 3 എണ്ണം എഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ 4 എണ്ണം കൂടി 2000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. 4 എണ്ണം അഡൽട്ട്, 4 എണ്ണം 3 ഫീമെയിലാണ്. അത് എഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 2000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. വയനാടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് അടിപൊളി ഒരു റോട്ടിൻ്റെ പപ്പിയാണ് വന്നിരിക്കുന്നത്.
തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് കാണിച്ചത് ഫാദറാണ്, അടുത്ത് കാണിച്ചത് മദറാണ്. അപ്പോൾ സെർബിയൻ ഇമ്പോർട്ടിൻ്റെ കുട്ടിയാണ് വന്നിരിക്കുന്നത്. 4 മാസം പ്രായമുള്ള മെയിൽ ഡോഗാണ് വന്നിരിക്കുന്നത്. വിത്ത് KCI 16,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ സെർബിയൻ ഇമ്പോർട്ട്. അപ്പോൾ നല്ല അടിപൊളി ഇമ്പോർട്ടിൻ്റെ മെയിൽ ഡോഗിനൊക്കെ റോട്ടിൻ്റെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ്. വിത്ത് KCI ഉള്ള പപ്പിയാണ് വന്നിരിക്കുന്നത്. 4 മാസം പ്രായമായിട്ടുണ്ട്. 16,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ സെർബിയൻ ഇമ്പോർട്ടിൻ്റെ പപ്പീനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സർട്ടിഫൈഡ് പപ്പീനെ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കാറ്റുകൾ, അതുപോലെ ലവ് ബേർഡ്സ്, ഫിഞ്ചസ്. ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എടപ്പാളാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 8 മാസമായ ഡോൾ ഫേസിൻ്റെ ഫീമെയിൽ കാറ്റാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 3,500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി ഫീമെയിൽ കാറ്റ് ഡോൾ ഫേസിൻ്റെ 3,500 രൂപ. എടപ്പാളാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ബേഡ്സുകളും സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ബൾക്ക് സെയിലും അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ പെറ്റ്സും കൂടി ഒരുമിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവ് കിട്ടുന്നതായിരിക്കും. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ലവ് ബേഡ്സുകളാണ്. പീസ് റേറ്റ് 100 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഒരുപാട് ലവ് ബേഡ്സ് ഇവിടെ കൊടുക്കാറുണ്ട്. 100-100-ലധികം പീസ് ലവ് ബേഡ്സ് ഇവിടെ സെയിലിന് ഉണ്ട്. അതേപോലെ തന്നെ അവിടെ നിന്ന് വന്നിരിക്കുന്നതാണ് വൈറ്റ് ഫിഞ്ചസുകൾ. പീസ് റേറ്റ് 120 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി റേറ്റ് കുറവിനാണ് വന്നിട്ടുള്ളത്. 120 രൂപയാണ് ഒരു ഫിഞ്ചിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് സെയിലിന് വന്നിട്ടുള്ളത്. മിനി പോമിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. പോംറേനിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 പപ്പീസാണ് കൊടുക്കാനുള്ളത്. മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. ഫീമെയിൽ വന്നിരിക്കുന്നത് ബ്ലാക്കും, മെയിൽ വന്നിരിക്കുന്നത് ആഷ് കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മെയിലിന് 10,000 രൂപയും അതേപോലെ തന്നെ ഫീമെയിൽ ബ്ലാക്കിന് 7,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. പാരൻസിൻ്റെ ഫോട്ടോസ് നമ്മൾ ഫസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 3 പപ്പീസ് കൊടുക്കാനുണ്ട്. ബ്ലാക്ക് ഫീമെയിലാണ്, മറ്റു 2 ആഷ് വന്നിരിക്കുന്നത്. 2 മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെ നമ്പർ കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നതിൽ 75% ആളുകൾക്കും സെയിൽ നടക്കുന്നുണ്ട്. അതിനെല്ലാത്തിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് താങ്ക്സ് പറയുന്നു. അതേപോലെ നമ്മൾ യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. വീഡിയോ അയക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 20-30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പെറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ റേറ്റ് എന്നിവയൊക്കെ നമ്മുടെ നമ്പറേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്.